ഇന്ന് നമ്മുടെ 118ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നാട്ടിലൊരു കലാകാരനുണ്ട്. അദ്ദേഹത്തെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. പക്ഷേ അദ്ദേഹം ഈയിടയ്ക്ക് ഒരു 18ഓളം സിനിമകളിൽ അഭിനയിച്ചു, ചെറുതും വലുതുമായ വേഷങ്ങൾ. നമ്മുടെ ജാഫർ ഇടുക്കി സാറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അതെല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് ഇദ്ദേഹത്തെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ഒരു കയറ്റമൊക്കെ കയറി ഏലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്കൂടെ ഞാൻ നടന്ന് കണ്ടുപിടിച്ച് അവിടെ വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സിറ്റുവേഷനാണ് അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റുക. പക്ഷേ തികഞ്ഞൊരു കലാകാരനാണ്. കാരണം ഇദ്ദേഹം ഒരു സംവിധായകനും കൂടിയാണ് കേട്ടോ. ഇദ്ദേഹം അവാർഡിനൊക്കെ അയച്ച് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾക്ക്, എഴുതി സംവിധാനം ചെയ്ത വർക്കുകൾക്കൊക്കെ. എത്രയോ 15 കൊല്ലം മുമ്പൊക്കെ. അപ്പം ഇദ്ദേഹത്തെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഇദ്ദേഹത്തെ എനിക്കറിയാം, ഞാൻ നാട്ടിലൊക്കെ വെച്ച് കാണും. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ബാക്കിയുള്ളത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിലൂടെ കാണാം. നന്ദി, നമസ്കാരം. എപ്പിസോഡിലേക്ക് കിടക്കാം. വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് എന്ന് വിശ്വസിക്കുന്നു വീട്. ഏതായാലും അങ്ങോട്ട് ഇറങ്ങി ചെല്ലാം. ഇതാ സലീമൻ്റെ വീടെന്നാണ് മുകളിൽ നിന്നൊരു ചേച്ചി പറഞ്ഞു തന്നത്. നമുക്കങ്ങോട്ട് കയറി നോക്കാം. ഇതാണ് ഇതൊരു ഭയങ്കര കയറ്റം കയറി വരുന്നൊരു വഴിയാണ്. ഇവിടെ വിളിച്ച് നോക്കാം ആരൊക്കെയുണ്ട് വീട്ടിലൊന്ന് നോക്കട്ടെ. സലിമണ്ണെ കാണാൻ വന്നാ സലിമ? ഒരു കാര്യമുണ്ട്, വാ പറയാം. ఫోటోలో కంటే ఇంకా బాగుంది. ఇలాంటి అమ్మాయి కోసం ఆరకేంటి, ఆఫ్రికా అడవులకు కూడా వెళ్ళిపోవచ్చు. ఏయ్, కళ్ళు ఎక్కడ పెట్టుకొని డ్రైవ్ చేస్తున్నావు? ఈ కార్ మాత్రమే నీది, రోడ్ కాదు. మంచినీళ్ళు ఏమైనా తాగుతారా? పర్వాలేదమ్మా, అంత దెబ్బేం తగలేదు. వద్దమ్మా, సారీ. എഴുതി സംവിധാനം ചെയ്ത ഒരു വർക്കാണ് ഇത്. അവാർഡൊക്കെ കിട്ടിയതാണ്. ഇദ്ദേഹം നല്ലൊരു വേഷവും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഇദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്തൊരു വർക്കാണ്. ഇതാണ് സലീമാണ് എനിക്കൊരു നല്ല വർക്ക്. എത്തിച്ചേരുന്നിടത്ത് നിന്ന് ഷിൻഡോയെ കണ്ടെത്താം എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷേ ആശിഷാണെങ്കിൽ അങ്ങോട്ടേക്കൊന്നും പോയിരുന്നുമില്ല. ഒരു ഘട്ടത്തിൽ തന്നെ ഫോളോ ചെയ്യുന്നവരെ കണ്ട ആശിഷ് സലീമണ്ണ സലീമണ്ണ, ഞാനേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ രാവിലെ പറഞ്ഞല്ലോ. അപ്പം സലീമണ്ണൻ്റെ എക്സ്പീരിയൻസ്, ഈ സിനിമയിലെ അനുഭവങ്ങൾ, ചെയ്ത വർക്കുകളൊക്കെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു നമ്മുടെ പരിമിതമായ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ഒന്ന് സലീമണ്ണോട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല. സലീമണ്ണനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊന്ന് പറയുക, അത്രയാ. ശരി സലീമണ്ണ, തുടങ്ങിക്കോ. അതായത് സിനിമ എന്ന് പറയുമ്പോൾ ഞാനിപ്പം വളരെ അടുത്ത കാലത്താണ്, ഇത്രയും പ്രായമായിട്ട് അടുത്ത കാലത്താണ് ഞാനിങ്ങനെ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം, അതായത് 3 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഷോർട്ട് ഫിലിം എടുത്തു. മിസ്റ്റർ വീരഭദ്രൻ്റെ എൻ്റെ നാടെന്ന് പറഞ്ഞെടുത്തു. അത് നല്ലൊരു ഇതായിട്ട് മാറി. നല്ല ലക്ഷങ്ങൾ ഒരുപാട് ആൾക്കാർ കാണുകയും പറയുകയും ചെയ്തു. അതിന് ശേഷം 2023 എനിക്ക് ഈ സിനിമയിലേക്ക് ഒരു ചെറിയൊരു അവസരം ലഭിച്ചു തുടങ്ങിയത്. അപ്പം മുണ്ടക്കയത്തുള്ള മുണ്ടക്കയം വിനോദെന്ന് പറഞ്ഞൊരു കോർഡിനേറ്ററുണ്ട്. അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹം പിന്നെ ഒരു രാജേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇങ്ങനെ 2 പേര് ചേർന്നാണ് രംഗത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ എന്ന് പറയുമ്പോൾ അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന സിനിമയായിരുന്നു. പക്ഷേ അന്നൊരു ദിവസം അത് ഫുള്ളായിട്ട് എടുത്തിരുന്ന വരിയിലും ആ സീനുകളൊന്നും സിനിമയിലേക്ക് വന്നില്ല. രണ്ടാമത് ആൻ്റണി എന്ന് പറഞ്ഞൊരു സിനിമ, അതായത് നമ്മുടെ ജോഷി സാർ സംവിധാനം ചെയ്യുന്ന ആൻ്റണി എന്ന് പറഞ്ഞൊരു സിനിമ കുട്ടിക്കാനത്തെടുത്തപ്പം അതിനകത്തുകൂടെയാണ് എനിക്കൊരു ചെറിയ രീതിയിൽ മുഖം കാണിക്കാൻ അവസരം ഉണ്ടായത്. പിന്നെ അതിന് ശേഷം കുറേ പടങ്ങൾ വന്നു. അതിലെല്ലാം ചെറിയ ചെറിയ അവസരങ്ങൾ വന്നു. പിന്നെ നമ്മുടെ അന്വേഷണം കണ്ടതും കിട്ടിയിട്ടില്ല. ഒരു അന്വേഷണ തുടക്കം അത് കഴിഞ്ഞ് വന്നു, അതിനകത്ത് സീനിൽ വന്നു. പിന്നെ ഔസൈപ്പിൻ്റെ ഒസ്യത്ത് അതിനകത്ത് വന്നു. പിന്നെ ഇപ്പം ലർക്കെന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഞങ്ങളൊരു 10 ക്യാരക്ടേഴ്സുണ്ട്.
അപ്പോൾ അതിനകത്തൊരു മെയിൻ രംഗങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രൊമാൻസ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ വന്നു. അതിനകത്തും കുറേ സീനുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കന്നഡ നടൻ ഭരതുമായിട്ടാണ് നിൽക്കുന്ന ഒരു സീനുണ്ട്, സംസാരിക്കുന്നു. പിന്നെ കുറേ സിനിമകൾ ഇങ്ങനെ ഞാൻ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ സീനുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ നമ്മുടെ രാജേഷ് മുണ്ടക്കത്തുള്ള വിനോദ് എന്ന് പറഞ്ഞ വ്യക്തികളാണ് എന്നെ ഈ സിനിമ രംഗത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു 15ഓളം സിനിമയിൽ ഞാൻ ചെറിയ ചെറിയ റോളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു തമിഴ് സീരിയലിനകത്തുണ്ട്. പിന്നെ നമ്മുടെ പ്രമുഖമായൊരു സീരിയലുണ്ടായിരുന്നു മലയാളത്തിൽ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അപ്പോൾ ആ സീരിയൽ തെലുങ്കിലെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സീരിയൽ തെലുങ്കിലെടുത്തപ്പോൾ അത് കുട്ടിക്കാനം പട്ടുമല വെച്ചാണ് അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു സീൻ കിട്ടിയിട്ടുണ്ട്. ഒരു വാഹനം എന്നെ ഇടിക്കുന്ന ഒരു സീൻ. അതൊരു നല്ല സീനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം അണലി എന്നും പറഞ്ഞ് മലയാളത്തിലൊരു സീരിയലാണ്, ഇപ്പം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്തും കുറേ സീനുകൾ ഉണ്ട്. സലീമണ്ണന് നിലവിൽ ഈ സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഉണ്ടോ ഈ വർക്കുകൾ കൊണ്ട്? സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഉണ്ടോ? അതിൻ്റെ അളവൊന്നും പറയണ്ട, എന്നാലും ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ട്. വലിയൊരു മികച്ച ഒരു നടന്മാർ കിട്ടുന്നവണക്കുള്ള ഒരു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾക്ക് ഓടിക്കാനുള്ള പൈസകളൊക്കെ എനിക്കതിൽ നിന്ന് കിട്ടുമായിരുന്നു. പിന്നെ ഇതൊരു പാഷനാണല്ലേ, ഇത് ഒരു ജീവിതത്തിൻ്റെ എന്ന് പറയുമ്പോൾ ജയ്സ്, അതിനകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം മിമിക്സ് പരേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കൊല്ലം തബലിസ്റ്റൂടെ ആയിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് കൊല്ലം എൻ്റെ ആ രീതിയിലൊക്കെ ഒരുപാട് വർഷങ്ങൾ എൻ്റെ സ്പെൻഡ് ചെയ്ത് പോയി. പിന്നെ അവസാനമാണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് എത്തിച്ചേടാനോ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ച് നിന്നപ്പോഴാണ് ഈ സിനിമയിലേക്കുള്ള ആദ്യ 2023 വെക്കണം. അന്നേരപ്പോഴാണ് എനിക്ക് സിനിമയിലൊക്കെ ചെറിയ അവസരങ്ങൾ കിട്ടി തുടങ്ങിയത്. ഇപ്പോഴും അങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം ലർക്കെന്ന് പറഞ്ഞ സിനിമയിലാണ് അഭിനയിച്ചത്. ആ പടം പൂർത്തിയായിട്ടുണ്ട്. അപ്പം അതിനകത്ത് ചെറിയ റോള് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഈ സിനിമാ രംഗത്തേക്ക് തന്നെ കടന്നു വരുന്നത്. അത് വളരെ അടുത്ത സമയത്താണെന്ന് വെച്ചോളണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്നു, നമുക്ക് എന്തെങ്കിലും ഒന്ന് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ജോഷി സാർ സംവിധാനം ചെയ്യുന്ന ആൻ്റണിയിൽ കൂടിയാണ് എനിക്ക് അതിനകത്തൊരു ചെറിയൊരു സീനാണെങ്കിലും കിട്ടി ഇങ്ങനെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ? കുടുംബത്തിൽ ഞാനൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ കുടുംബത്തിനെല്ലാം നല്ല സപ്പോർട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു അനിയനും ഈ രംഗത്തുണ്ട്, ഷാജഹാൻ. അദ്ദേഹം മിമിക്സിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ചില സിനിമ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് അവന്. പിന്നെ എൻ്റെ ഷോർട്ട് ഫിലിമിനകത്ത് അവന് നല്ലൊരു സീൻ കൊടുത്തിട്ടുണ്ട്. അവനൊരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് നല്ല സീൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ശരി, എന്നാൽ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ. ഇതാര് വീരഭദ്രൻ മുതലാളിയോ? അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. സലീമണ്ണൻ്റെ ഒരു മെയിൻ സംഭവം ചെയ്തൊരു സംഭവമാണ്. നമ്മൾ ഈ മൊബൈലിൻ്റെ പരിമിതിയെ കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാണ്. മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള വർക്കാണ്. നമ്മളെ പരിമിതി കൊണ്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ. ഒരുപാട് പൈസ മുടക്കാനില്ലാത്തതുകൊണ്ടാണ് ഇതിനൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് മുതലാളി കവലയിൽ എന്തോ വിജയിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ കളമൊന്ന് മാറ്റിച്ചു. അതിവേഗമാണെങ്കിൽ മുതലാളി കൊടുക്കണം. ഈ സലീമണ്ണനോട് ഞാനറിയാതെ പണ്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവാർഡിന് 65 ഷോർട്ട് ഫിലിമിൽ 10 തിരഞ്ഞെടുത്ത്, എൻ്റെ സലീമണ്ണൻ്റെ തിരഞ്ഞെടുത്തത്. അന്ന് 3ാം സമ്മാനം എനിക്കാണ് കിട്ടിയത്. കാരണം ഞാൻ സ്വാധീനം ചെലുത്തിയിട്ടൊന്നുമല്ല. കാരണം സലീമണ്ണനാണ് അത് കിട്ടേണ്ടതെന്ന് പലരും പറഞ്ഞു. എനിക്കത് മനസ്സിലായി, സലീമണ്ണൻ്റെ വർക്കാണ് അത് നല്ലതെന്ന്. പക്ഷേ എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ എന്തുകൊണ്ടോ അവാർഡ് കമ്മിറ്റി സൊസൈറ്റി എനിക്കാണ് അവാർഡ് തന്നത്. നല്ലൊരു തുകയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് പിന്നെ ജീവിതത്തിൽ ഒരു 5-6-7 കൊല്ലം മുമ്പാണ് ഞാനതിന് ശേഷം ഇന്ന് വരെ ഒരു അവാർഡിനൊരു വർക്ക് അയച്ചിട്ടില്ല. പണ്ടും എനിക്കിങ്ങനെ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒരു ലേഖന മത്സരത്തിന് എനിക്ക് പഞ്ചായത്ത് ഫെസ്റ്റിന് കിട്ടിയതാണ്. പക്ഷേ ജില്ലയിലേക്ക് എന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സ്വാധീനമല്ല, എന്നോട് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനേക്കാൾ 100 ഇരട്ടി നല്ലതായിരുന്നു ആ ഒരു പയ്യൻ വന്ന് എഴുതിയ ലേഖനം. അതുകൊണ്ട് ഞാനത് വിട്ടുകൊടുക്കല്ല, ഞാൻ അനധികൃതമായിട്ട് മേടിച്ചിട്ട് എവിടം വരെ എത്താല്ല. അങ്ങനെ സലീമണ്ണനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് വരെ ഞാൻ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമുകളും ഞാൻ അവാർഡിന് അയച്ചിട്ടില്ല. സലീമണ്ണനും അറിയാം കേട്ടോ അത് അവാർഡ് കിട്ടേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായൊരു സംഭവമാണ്. പിന്നെ ഇത്രയും പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാനും ഒരു വർക്ക് എടുക്കുന്നുണ്ട്. അതിൽ സലീമണ്ണനോട് ഇതുവരെ ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഒരു ഫോട്ടോ മേടിക്കുക, എൻ്റെ ബ്രോഷർ ഇറങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബ്രോഷർ. അപ്പം സലീമണ്ണനകത്ത് നല്ലൊരു വേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ അറിയിക്കാനും കൂടെയാണ് ഞാനിന്ന് ഇവിടെ തിരക്കി വന്നത്. നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.